പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇമ്രാൻഖാൻ ദീർഘകാലമായി ജയിലിനകത്താണ്. അഴിമതി കേസ് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിനുള്ളിലാക്കിയത്. 10-16 വർഷത്തേക്ക് അദ്ദേഹത്തിന് തടവ് ശിക്ഷയുണ്ട്. ഇപ്പോൾ അദ്ദേഹം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലത്തെ കണ്ണിൻ്റെ 85% കാഴ്ച നഷ്ടമായതായി അദ്ദേഹത്തിന് അഭിഭാഷകൻ പറയുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള മാനുഷിക പ്രശ്നങ്ങൾ, മനുഷ്യത്വ പ്രശ്നങ്ങൾ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ അവിടുത്തെ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനങ്ങളും ഇമ്രാൻഖാൻ്റെ പാർട്ടി പ്രവർത്തകർ, നേതാക്കളൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അല്പദിവസത്തിനകം അദ്ദേഹത്തെ പുതിയ ജയിലിലേക്ക് മാറ്റിയേക്കാം എന്നുള്ള വാർത്തകൾ പുറത്തു വരും. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാൻ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുൻ പ്രധാനമന്ത്രിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹം പാകിസ്ഥാന് ആദ്യമായി ക്രിക്കറ്റ് ലോക കിരീടം സമ്മാനിച്ച, ലോക കായിക മേഖല കണ്ട ഏറ്റവും ആരാധ്യനായ ഒരു ക്രിക്കറ്റ് താരം കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വേഗത്തിലുള്ള ഇടപെടൽ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോകത്തെ പ്രധാനപ്പെട്ട ക്രിക്കറ്റ് രാജ്യങ്ങളിലെയൊക്കെ മുൻ നായകർ ഒരു സംയുക്ത ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു ഒപ്പിട്ട കത്ത് നൽകിയിട്ടുണ്ട്. അതിൽ ഇന്ത്യയിൽ നിന്ന് കപിൽ ദേവും ഒപ്പം ഗവാസ്കറും അടക്കമുള്ളവരെല്ലാം അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ ആ നീക്കത്തിനുണ്ട്. അപ്പോൾ ഇമ്രാൻഖാൻ്റെ വിഷയത്തിൽ ഇന്ത്യയിലെ മുൻ താരങ്ങളുടെ ഇടപെടൽ, ഒപ്പം മനുഷ്യത്വ, അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് മൂലമുണ്ടാകുന്ന വിഷയങ്ങൾ ഇടപെടണമെന്ന ആവശ്യങ്ങൾ കൂടുമ്പോൾ അതിനകത്ത് എന്ത് നിലപാടെടുക്കണമെന്ന വിഷയം കൂടി ചർച്ച ചെയ്യുകയാണ്. അജിംസ്, എന്താണ് ഇമ്രാൻഖാൻ്റെ വിഷയത്തിൽ പാകിസ്ഥാൻ്റെ നിലപാട്? അതിനകത്ത് ഏതെല്ലാം തരത്തിലുള്ള ലംഘനങ്ങൾ നടക്കുന്നുണ്ട്? ഇമ്രാൻഖാൻ രാഷ്ട്രീയക്കാരനാവുന്നതിന് മുമ്പ് അദ്ദേഹം ക്രിക്കറ്റ് താരമായി ഒരുമിച്ച ഒരാളാണ്. വെറും ഒരു ക്രിക്കറ്റ് താരം എന്നോ പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ എന്നോ പറയാൻ പാടില്ല. ആ സമയത്ത് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന, അദ്ദേഹം ഫോമിലായിരുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ഒരു ക്രിക്കറ്റ് താരമായിരുന്നു ഇമ്രാൻഖാൻ. അത് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കളിയിലെ മികവുകൊണ്ട് മാത്രമല്ല, ഒരു ക്രിക്കറ്റ് രംഗത്ത് ഒരു ഗ്ലാമർ താരമായിരുന്നു ഇമ്രാൻ. ലോകം മുഴുവൻ ആരാധികമാരുള്ള ഒരാൾ. അത് ഗാലറിയിലേക്ക് ഇമ്രാൻ കളിക്കുമ്പോൾ, അതിപ്പോൾ ഇംഗ്ലണ്ടിലായാലും ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും എവിടെയാണെങ്കിലും കളിക്കുമ്പോൾ ഗാലറിയിലായിരിക്കും ക്യാമറ മുഴുവൻ. കാരണം ഇമ്രാൻ്റെ ആരാധികമാരെ കൊണ്ട് ഗാലറി നിറയുമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഈ 80കളിൽ ഈ ചില ഉൽപ്പന്നങ്ങളുടെ മോഡലായിട്ട് തന്നെ ഇമ്രാൻഖാൻ ഉണ്ടായിരുന്നു. പെപ്സി മുതൽ അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയിൽ വിൽക്കുന്ന നിരവധി ഉൽപ്പന്നം, കൊക്കോകോള അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുടെ സിന്തോൾ സോപ്പ്. സിന്തോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെയ്ഡ് സോപ്പാണ്. അതിൻ്റെ നമുക്കിന്ന് ചിന്തിക്കാൻ കഴിയില്ല. അത് ഇന്നിപ്പോൾ സിന്തോൾ സോപ്പിൻ്റെ മോഡലായിട്ടൊരു പാകിസ്ഥാൻ താരം വരിക നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രമാത്രം ആരാധകരുള്ളൊരു കളിക്കാരനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം പിന്നീട് വിരമിച്ചതിന് ശേഷം ആദ്യ വിവാഹം കഴിക്കുന്നു, ആ വിവാഹം ഡിവോഴ്സ് ആവുന്നു, പിന്നെ വിവാഹം കഴിക്കുന്നു. നമ്മളങ്ങനെയാണ് പിന്നെ അദ്ദേഹത്തെ അറിയുക. പിന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ രാഷ്ട്രീയ ഫീൽഡിലാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഇപ്പം രണ്ട് പാർട്ടികൾ, മുസ്ലിം ലീഗും പാകിസ്ഥാൻ മുസ്ലിം ലീഗും അതുപോലെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും, ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള റൈവലറി ആണല്ലോ അവിടുത്തെ രാഷ്ട്രീയം. അതിനപ്പുറം നമുക്ക് ഈ ദുരന്തർ സിനിമയിലെ കാണുന്ന പോലെ അവിടുത്തെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതുപോലെ ISI, ഇവരെല്ലാം ചേർന്നാണ് ആ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. അവിടെ അദ്ദേഹം ഒരു മൂന്നാമത്തെ വഴി വെട്ടി തുറന്നു. അതായത് പാകിസ്ഥാനിലെ എന്താണ് പറയുക, റിലീജിയസ്ലി കൺസർവേറ്റീവ് എന്ന് വിളിക്കാവുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കറാച്ചിയിലെ ലാഹോറിൽ കാണുന്ന ആളുകളല്ല. പ്രത്യേകിച്ചും ഈ അഫ്ഗാൻ അതിർത്തിയോട് ചേർന്ന ഗ്രാമപ്രദേശങ്ങളിലും മലഞ്ചെരുവുകളിൽ ജീവിക്കുന്ന കുറേയധികം മനുഷ്യരുണ്ട്. അവരുടെ സെൻറ്റിമെൻറ്റ്സിനെ എങ്ങനെ രാഷ്ട്രീയമായി മുതലെടുക്കാമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹം വളരെ വിജയകരമായി അത് ഡെലിവറി ചെയ്യുകയും അദ്ദേഹത്തിന് അധികാരത്തിലെത്താൻ കഴിയുകയും ചെയ്തു. അപ്പോൾ ഈ മൂന്നാം റൂട്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മലഞ്ചെരുവുകളിൽ താമസിക്കുന്ന ട്രൈബൽസിൻ്റെ ഇടയിൽ മാത്രമല്ല, ഇവിടെ കൂടി ഈ കറാച്ചി, ലാഹോർ പോലുള്ള നഗരപ്രദേശങ്ങൾ കൂടി ഇതിന് വേരോട്ടം ലഭിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു തിരിച്ചടിയാണ്. അദ്ദേഹത്തിൻ്റെ അധികാരം ഒഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ കേസ് 1-2 കേസല്ല, 100-ലധികം കേസാണ്. അപ്പോൾ ഒരു കേസിൽ ജാമ്യം ലഭിച്ചാലും ഒരിക്കലും അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലാണ് അദ്ദേഹത്തിനെ കുടുക്കിയിട്ടുള്ളത്. അങ്ങനെ കുടുക്കി കിടക്കുന്ന ആളെ എങ്ങനെയാണ് പാക് ഭരണകൂടം ഇപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പ്രധാനം. ഇപ്പോൾ ആംനസ്റ്റി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പുറപ്പെടുവിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആർബിട്രറി കൺഫൈൻമെൻറ്റ്, അങ്ങനെ തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതിനെപ്പറ്റി പറയുന്നത്, അതായത് അദ്ദേഹം ഏകാന്ത തടവിലാണ്. അപ്പോൾ ഈ ഏകാന്ത തടവിന് ചില നോംസ് ഉണ്ട് അന്താരാഷ്ട്ര തലത്തിൽ. അപ്പോൾ ഏകാന്ത തടവാണ് ഇപ്പോൾ എത്ര സമയമാവാം എന്ന് പോലും അത് ഒപ്പിട്ട ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. പക്ഷേ ഇദ്ദേഹം ഏകാന്ത തടവിലാണ്. അതുപോലെ അദ്ദേഹം തടവറയിൽ അനുഭവിക്കുന്ന മൃഗീയമായ പീഡനം, അതുപോലെ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ, ഇത് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആംനസ്റ്റി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പുറപ്പെടുവിച്ചിരുന്നു. അതുമാത്രമല്ല UN-ലും ഈ വിഷയം ചർച്ചയായിട്ട് വന്നിട്ടുണ്ട്. UN-ൻ്റെ വ്യത്യസ്ത ബോഡികൾ, ഈ പൊളിറ്റിക്കൽ ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ട ബോഡികളുണ്ട്, അവർ തന്നെ ഒരു റിപ്പോർട്ട് പുറപ്പെടുവിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് നിയമപരമായും മാനുഷികമായും അദ്ദേഹത്തിൻ്റെ തടവ് ശിക്ഷയെ പരിഗണിക്കണം
എന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ അവരത് കണക്ക് കൂട്ടുന്നില്ല. അപ്പോഴാണ് അദ്ദേഹത്തോടൊപ്പം ക്രിക്കറ്റ് കളിച്ച ആളുകൾ, ഇമ്രാൻഖാൻ്റെ സമകാലീനരായ ആളുകൾ, അതിൽ ഇവർ മാത്രമല്ല, ഇയാൻ ബോധം മുതൽ അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, നാസിർ ഹുസൈൻ, അങ്ങനെ കുറേ അധികം ആളുകൾ. അപ്പോൾ ഇവിടെ നിന്ന് അദ്ദേഹത്തോടൊപ്പം കളിച്ചതിൽ ഇപ്പം ഇന്നുള്ള പ്രശസ്തരായ ആളുകൾ 2 പേര് കപിൽ ദേവും സുനിൽ ഗവാസ്കറുമാണ്. പക്ഷേ അതിലുള്ള പലരും ഒപ്പിട്ടിട്ടില്ല. ഇപ്പോൾ രവിശാസ്ത്രി ഒന്നും ഒപ്പിട്ടിട്ടില്ല. രവിശാസ്ത്രിക്ക് അദ്ദേഹത്തോടൊപ്പം കളിച്ചാണ്. ദിലീപ് വെങ്ക് സർക്കാർ കളിച്ചിട്ടുണ്ട്, കൃഷ്ണമാചാരി ശ്രീകാന്ത് കളിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം ആളുണ്ട്. പക്ഷേ 2 പേര് അതിൽ ഒപ്പിട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതൊരു നല്ല മൂവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഒട്ടും രാഷ്ട്രീയമായ ഒരു അപ്പീലല്ലല്ലോ. ഒരു മുൻ ക്രിക്കറ്റർ, പാകിസ്ഥാൻ്റെ മുൻ താരം, ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റർ എന്ന നിലയിൽ അദ്ദേഹം ഇത് അനുഭവിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് തോന്നുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുമല്ലോ. അങ്ങനെ ഒരു ലെറ്ററായിട്ടാണ് തോന്നിയത്. പക്ഷേ അതിലെല്ലാവരും ഒപ്പുവയ്ക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. എന്തുകൊണ്ട് കപിൽ ദേവും സുനിൽ ഗവാസ്കറും മാത്രം എന്നൊരു ചോദ്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സമാനരായ പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈവൻ ശ്രീനാഥ് പോലും അദ്ദേഹത്തോടൊപ്പം കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ശ്രീനാഥ് ഉണ്ടാവില്ല. 90s തുടക്കത്തിൽ ഇമ്രാൻഖാൻ അവസാനിച്ചു. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം കളിച്ച നിരവധി ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവരും ഒപ്പിടാത്തതിൻ്റെ ഒരു കാരണം അദ്ദേഹം പാകിസ്ഥാനി ആയതുകൊണ്ടാണ്. അത് നമുക്ക് വ്യക്തവുമാണ്. പക്ഷേ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റർ, മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാനുള്ള ഒരു ധാർമ്മികമായ ബാധ്യത അദ്ദേഹത്തിൻ്റെ സമകാലീനർക്കുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. യെസ്, അവസാനം പല തരത്തിലുള്ള അവകാശ നിഷേധങ്ങൾ ഇമ്രാൻഖാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ശ്രദ്ധ കിട്ടാൻ ഇപ്പോഴത്തെ ഈ മൂവ്മെൻറ്റ് എത്ര കണ്ട് ഫലം ചെയ്യുന്ന കരുതുന്നു? അല്ല, ഒരു ഇൻ്റർനാഷണൽ അഡ്വക്കസി എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ആ നിലക്കുള്ള ഒരു പ്രഷർ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. ലോകത്ത് എങ്ങുമുള്ള 14ഓളം അറിയപ്പെട്ട ഇൻ്റർനാഷണൽ ക്രിക്കറ്റേഴ്സാണ് അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പറഞ്ഞ ഒരു മനുഷ്യാവകാശ സംഘടനകൾ, ഇൻ്റർനാഷണൽ അഡ്വക്കസി ഗ്രൂപ്പുകളൊക്കെ കാലങ്ങളായിട്ട് ഇമ്രാൻഖാൻ്റെ ജയിൽവാസവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. പക്ഷേ പാക് ഭരണകൂടം ഏതെങ്കിലും നിലക്കുള്ള ഒരു സിമ്പതി, അതിനോട് ഒരു അനുകൂല സമീപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. 2 ഘട്ടങ്ങളിലായിട്ട് ചില ആളുകൾ വഴി, അത് പാകിസ്ഥാനിലെ തന്നെ PTI, അദ്ദേഹത്തിൻ്റെ പാർട്ടിയായുള്ള PTI, പാകിസ്ഥാൻ തഹ്രീക്ക് ഇൻസാഫിൻ്റെ ചില നേതാക്കൾ വഴിയും ചില അന്താരാഷ്ട്ര വ്യക്തിത്വങ്ങൾ വഴിയും ചില ഡീലുകൾക്ക് സർക്കാർ ശ്രമിച്ചു. പക്ഷേ അതിന് ഇമ്രാൻഖാൻ വഴങ്ങിയില്ല എന്നുള്ള വാർത്തകളുണ്ട്. ആ ഡീല് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇദ്ദേഹം ഈ 2023 ഇദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടതിന് ശേഷം വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് പാകിസ്ഥാനിൽ. സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട് അത് ശരിക്കും അവിടുത്തെ പട്ടാളത്തിൻ്റെ ഒരു കളിയായിരുന്നു, എല്ലാവർക്കും അറിയാം. ആ തിരഞ്ഞെടുപ്പ് ഒരു ഫോർജ്ഡ് ആയിട്ടുള്ള തെറ്റായ രീതിയിൽ നടന്ന തിരഞ്ഞെടുപ്പായിരുന്നു എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനെതിരെ ഇദ്ദേഹം തെരുവിൽ ആളുകൾ ഇറക്കുന്നു. ആ സമയത്താണ് ഈ 2021 മെയ് 7 നടക്കുന്ന വലിയ പ്രൊട്ടസ്റ്റിൽ ഈ റാവൽപിണ്ടിയിലെ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സ് ആക്രമിക്കപ്പെടുന്നുണ്ട്. മെയ് 9 റൈറ്റ്സ് എന്നാണ് പാകിസ്ഥാൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വ്യാപകമായിട്ട് മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ജനങ്ങൾ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമാബാദ് എന്ന് പറയുന്നത് അതിൻ്റെ പൊളിറ്റിക്കൽ ക്യാപിറ്റലാണ്. പക്ഷേ റാവൽപിണ്ടിയാണ് മിലിറ്ററി ക്യാപിറ്റൽ. എന്താ ആക്ച്വൽ ക്യാപിറ്റൽ ഇസ് റാവൽപിണ്ടി എന്നാണ് പറയുക. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ an army with a nation എന്നാണ് പറയുക. എല്ലാ രാജ്യങ്ങളിലും രാജ്യത്തിനാണ് ആർമി ഉണ്ടാകുക. പക്ഷേ പാകിസ്ഥാൻ ആർമി വിത്ത് എ നാഷൻ എന്നുള്ളതാണ്. രാജ്യം കൊണ്ട് നടക്കുന്ന പട്ടാളമാണ്. അപ്പോൾ പട്ടാള കേന്ദ്രങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം പൊറുക്കാനാവാത്തൊരു തെറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് തള്ളിപ്പറയുക, അതിൽ മാപ്പ് പറയുക, ഇമ്രാൻഖാൻ മാപ്പ് പറയുക. രണ്ടാമത്, ഇന്നത്തെ ഭരണകൂടം ഇല്ലെജിറ്റിമേറ്റ് റെജീം ആണെന്നുള്ളതാണ് PTIയുടെയും ഇമ്രാൻഖാൻ്റെയും ഒഫീഷ്യൽ പൊസിഷൻ. ഈ ഭരണകൂടം നിയമവിരുദ്ധമായ ഒരു സ്റ്റോളൻ വേർഡിക്റ്റിലൂടെ വന്നുള്ളൊരു ഭരണകൂടമാണ്. അതിനോട് ഞാൻ സംസാരിക്കുക പോലും ഇല്ല എന്നാണ് ഇമ്രാൻഖാൻ്റെ നിലപാട്. കാരണം ഞാൻ ഒരാളൊരു നെഗോഷിയേറ്റ് ചെയ്യണം, അവർ ലെജിറ്റിമേറ്റ് ആയിരിക്കണം. ബട്ട് ദിസ് ഈസ് ഇല്ലെജിറ്റിമേറ്റ് റെജീം. അപ്പോൾ ഇത് ആ നിലപാട് മാറ്റുക. എങ്ങനെയാണെങ്കിൽ നമുക്ക് തടവിൻ്റെ കാര്യത്തിൽ നെഗോഷിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഇൻ്റർലൊക്യൂട്ടേഴ്സ്, മധ്യസ്ഥർ ഇമ്രാൻഖാൻ അറിയിക്കുന്നത്. പക്ഷേ ഈ 2 കാര്യത്തിൽ ഇമ്രാൻഖാൻ ഒരു നിലക്കുള്ള വിട്ടുവീഴ്ചക്കും സന്നദ്ധമായില്ല എന്നാണ് വാർത്തകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചാൽ അദ്ദേഹം ധീരനാണെന്ന് ഞാൻ പറയുക. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കാലത്ത് നിയമപരമായി പുറത്തു വരാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. 73 വയസ്സായി. ഡസൻ കണക്കിനൊന്നും പറഞ്ഞാൽ പോരാ. കേസുകളുടെ കൂമ്പാരാണ്, കേസുകൾക്ക് മേൽ കേസുകളാണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി അദ്ദേഹത്തിന് 30 വർഷത്തിന് മേൽ ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞു. നോക്കൂ, അദ്ദേഹം കിട്ടിക്കഴിഞ്ഞ ജയിൽ ടേം സെർവ് ചെയ്യാൻ തന്നെ അദ്ദേഹം 103 വയസ്സ് വരെ ജീവിച്ചിരിക്കണം. അത് തന്നെ അദ്ദേഹം സെർവ് ചെയ്യണം. പിന്നെയും കുറേ അധികം കേസുകളുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അകത്താണ്. ഏറ്റവും പ്രധാനം ഷാ മഹമ്മൂദ് ഖുറൈഷി, അതേപോലെ പർവേസ് ഇലാഹി. ഇവർ 2 പേരുമാണ് ഇതിൻ്റെ സെക്കൻഡറി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അവരും ജയിലിലാണ്. 2023 ജയിലാണ്. അതിൽ ഈ പറയുന്ന
ഷാ മുഹമ്മദ് ഖുറേഷി 80 വയസ്സായി. പിന്നെ കുറേ അധികം നേതാക്കന്മാർ ഈ സർക്കാരിൻ്റെ അടിച്ചമർത്തലിനെ ഭയന്നുകൊണ്ട് ഡിഫക്റ്റ് ചെയ്തിട്ടുണ്ട്. രാജിവെച്ച് ഒന്നുകിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ ചേരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അതുമാണ് ഇന്ത്യയിലെ AAPക്ക് സമാനമാണ് ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ PTIയുടെ ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്ന ആളുകൾ, പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ആളുകൾ, നേരത്തെ രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാതിരുന്ന ആളുകൾ ഇമ്രാൻഖാനിൽ ആകർഷകരായി, അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യത്തിൽ ആകർഷകരായി ചേർന്ന് PTIയിൽ ചേരുകയാണ് ചെയ്തത്. അവർക്കിങ്ങനെ വലിയ പ്രതിസന്ധികളിൽ നിന്ന് അനുഭവിച്ച് പരിചയമില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് ലീഡർഷിപ്പിൽ നല്ലൊരു ശതമാനം മാറിയിട്ടുണ്ട്, ഡിഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നിങ്ങൾ നോക്കൂ, പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇന്നൊരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് PTI തന്നെ വരുമെന്നാണ് അവിടുത്തെ ഏതാണ്ട് എല്ലാ സർവേകളും പറയുന്നത്. ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ഇമ്രാൻഖാനോടുള്ള സ്നേഹമുണ്ട്. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന വാല്യൂസിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഈ കാണുന്ന മുസ്ലിം ലീഗ് PPP രാഷ്ട്രീയമുണ്ടല്ലോ, അതിനും വ്യത്യസ്തമായൊരു രാഷ്ട്രീയം അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് PPP എന്നുള്ളത് ഫോർമഡബിൾ PTI എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് തന്നെയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇപ്പം പുറത്തു വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി 85% നഷ്ടപ്പെട്ടു കഴിഞ്ഞെന്നാണ് പറയുന്നത്. അങ്ങനെ ആയിട്ട് പോലും ഈ മനുഷ്യനെ ഇപ്പോഴും ഏകാന്ത തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് ആ ഭരണകൂടം. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഇമ്രാൻഖാൻ, നിങ്ങൾക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ ധീരനെന്ന് വിളിക്കാം, പക്ഷേ പാകിസ്ഥാൻ കോണ്ടക്സ്റ്റിൽ അങ്ങേയറ്റം അപ്രായോഗികമായിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുത്തു. അതെന്താണെന്ന് വെച്ചാൽ ആർമിയെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ ആർമിയെ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം, ഇന്നിപ്പം ആർമി ചീഫായിട്ടുള്ള ആസിം മുനീറിന് മുനീറിന് ഇദ്ദേഹത്തെ ഇഷ്ടമായിരുന്നില്ല. അന്നത്തെ ചീഫുണ്ടല്ലോ ബജ്വയ്ക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമായിരുന്നില്ല. ബജ്വ ISIയുടെ ചീഫായിട്ട് ബജ്വ നിർദ്ദേശിച്ച ആളെ ഇദ്ദേഹം മാറ്റുകയും ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരാൾ ISIയുടെ ചീഫാക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോൺഫ്രണ്ടേഷനാണ്. ആർമിയായിട്ട് അങ്ങനെ ഡയറക്റ്റ് കോൺഫ്രണ്ടേഷനിൽ പോയിക്കൊണ്ട് പാകിസ്ഥാനിൽ ഒരു പൊളിറ്റീഷ്യനും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആ പരിപാടിയാണ് ഇമ്രാൻഖാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം, നിങ്ങൾക്ക് വേണമെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ചോദ്യം ചെയ്ത ധീരനായ രാഷ്ട്രീയക്കാരൻ എന്ന് വിളിക്കാം. പക്ഷേ പാകിസ്ഥാനിൽ എന്താണ്, അങ്ങേറ്റം അപ്രായോഗികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലൈനാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എളുപ്പം രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർമിയോട് ഞാൻ അപ്പോളജി നടത്തുകയില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഓഫ് കോഴ്സ് ഒരു മാറ്റം, ഈ പറയുന്ന ആർമി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിന് ഒരു മാറ്റം കൊണ്ടുവരാൻ പരിശ്രമിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇമ്രാൻഖാൻ രേഖപ്പെടുത്തപ്പെടും. പക്ഷേ അതിൽ പരാജയപ്പെട്ടു പോയ ഒരാൾ എന്നുള്ള നിലക്കായിരിക്കും അദ്ദേഹം രേഖപ്പെടുത്തപ്പെടുക എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇത് അത്ര എളുപ്പം മാറാൻ പോകുന്നില്ല. രണ്ടാമത്, ഈ ഇന്ത്യയിൽ നിന്ന് ഇദ്ദേഹത്തിന് അത് ഒരു കൗതുകമായ കാര്യമാണ്. ഇമ്രാൻഖാനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇമ്രാൻ കുഞ്ഞുങ്ങൾ എന്ന ഒരു പ്രയോഗം നമ്മുടെ മിത്രങ്ങൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ സുനിൽ ഗാവസ്കറിനെ കുറിച്ചും ഇമ്രാൻഖാന് നീതി വേണം, അദ്ദേഹത്തിന് മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടണം, അദ്ദേഹത്തെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കപിൽ ദേവും സുനിൽ ഗാവസ്കറും ഒപ്പിട്ടിരിക്കുകയാണ്. ഇമ്രാൻ കുഞ്ഞുങ്ങൾ എന്ന കാറ്റഗറിയിൽ, മിത്രങ്ങളുടെ കാറ്റഗറിയിൽ അവരും പെടുമോ എന്നൊരു കൗതുകം എനിക്കുണ്ട്.